ഹലോ ഗൈസ്, എൻ്റെ ഐവെയർ കളക്ഷനിലേക്ക് പുതിയൊരാളും കൂടെ വന്നിരിക്കുകയാണ്. ഇവൻ്റെ പേരോ ബ്രാൻഡോ ഒന്നും എനിക്കറിയത്തില്ല. ഒരു ഐവെയർ ഷോപ്പിൽ ചെന്നു, കണ്ടു, എടുത്തു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. ഇന്നത്തെ കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള നല്ല വെയിലുള്ള സമയത്ത് ഇതിൻ്റെ ഒരു ഡീപ്പ് ഷെയ്ഡ് നമ്മുടെ കണ്ണിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. റിസൾട്ട് ഗംഭീരമാണ്, കണ്ടില്ലേ? കൂടെ ഇത് വെച്ച് വന്നിട്ട് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്റ്റീൽ ഫൈബർ കോമ്പിനേഷനാണ് ബോഡി വരുന്നത്. നിങ്ങൾ ഇതൊന്ന് കാണിക്കാൻ തീരുമാനിച്ചു. ഇത് കാണിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മറ്റ് ഹൈവേസ് ഒന്ന് കാണിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. സോ വെൽക്കം ടു സിനിമാട്ടോമാൻ. ഇതാണ് ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഐവെയർ. ഇതൊരു ഫ്രെയിംലെസ് മോഡലാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ മറന്നുപോയി ആക്ച്വലി. ഇത് എൻ്റെ ഒരു 23 വയസ്സ് മുതൽ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. 5-6 വർഷം കണ്ടിന്യൂസ് യൂസ് ചെയ്തു. ഇതൊരു എഡ്ജെല്ലാം പോളിഷ്ഡാണ്. ഇതിൻ്റെ ബോഡി ഫ്രെയിമെല്ലാം ഫ്രെയിം എന്ന് പറയാൻ പറ്റില്ല. അതൊരു എൻ്റെ ലെഗും മിഡിലും ഒക്കെ ഇങ്ങനെ ഒരു പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. സോ ഇത് ഭയങ്കര കെയർ ചെയ്യണം. ഒരു തവണ എൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയിട്ട് പിന്നീട് മാറിയതാണ്. അങ്ങനെ ഇത് പൊട്ടിപ്പോയിട്ട് മാറുന്ന സമയത്ത് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനായിട്ടൊരു പുതിയ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് സ്പാർക്കിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് യു പ്രൊട്ടക്റ്റഡ് ആണ്. മറ്റേ യു പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ആൻറ്റികൾ എൻ്റെ റീഡിങ് എൻ്റെ ഒരു കമ്പ്യൂട്ടർ യൂസിങ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണിത്. ആൻറ്റി ഗ്ലെയർ ആണ്. പിന്നെ വന്നിട്ട് ഇത് എൻ്റെ ഒരുപാട് യാത്രകളിലും എൻ്റെ ഫോട്ടോഗ്രാഫി പരിപാടിക്കകത്തൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു ഗ്ലാസ് ആയിരുന്നു ഇത്. ഇതും സ്റ്റീൽ ഫൈബർ ബോഡിയാണ് വരുന്നത്. എന്തായാലും ഇത് എനിക്ക് അത്യാവശ്യം നല്ലപോലെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള മോഡലാണ്. പക്ഷേ ഒരുപാട് നാളിത് യൂസ് ചെയ്തില്ല. ഏതാണ്ട് ഒരു 1 ഇയറൊക്കെ ജസ്റ്റ് 1.5 ഇയേഴ്സൊക്കെ യൂസ് ചെയ്തുള്ളൂ. അതിന് ശേഷം അടുത്തത് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയ മോഡലാണ് ഐജാക്ക്. ഇത് ഞാൻ ഒരുപാട് ഹാപ്പി ആയൊരു മോഡലാണിത്. എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് സന്തോഷമൊക്കെ തന്നൊരു മോഡലാണിത്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബോക്സിനുള്ളിൽ ഒരു ഐവെയറിനൊപ്പം 3 ഷെയ്ഡ്സ് നമുക്ക് ലഭിക്കും. ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 അറ്റാച്ചബിൾ ഷെയ്ഡ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ അതിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂ കട്ടാണ്. പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഇത് നല്ലപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ സ്റ്റീൽ ഫ്രെയിംസാണ് വരുന്നത്. അടിപൊളിയാണ്, സ്റ്റൈലിഷാണ്. ഇത് ഈ അടുത്തിടയ്ക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ ബൈക്കിൽ നിന്ന് വീണിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തെറിച്ച് സ്ക്രാച്ചായി നല്ലപോലെ. പിന്നെ ഇതിൻ്റെ ലെൻസ് ഒന്ന് അടുത്ത് മാറണം. നൈറ്റ് വെയറാണ്. നമുക്ക് നൈറ്റ് ഡ്രൈവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ്സാണിത്. നമുക്ക് അത്യാവശ്യം ഫോട്ടോസൊക്കെ സ്റ്റൈലിഷായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പരിപാടി കൂടെയാണിത്. അടിപൊളിയാണ് എന്തായാലും ഇത്. അടുത്ത് വരുന്ന അറ്റാച്ചബിൾ വരുന്നത് ഒരു ഡീപ്പായിട്ടുള്ള ഷെയ്ഡാണ്. ആദ്യം കാണിച്ച പോലെ തന്നെ നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ചബിൾ പരിപാടിയാണിത്. ഇത് നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് അടിപൊളിയാണ്. കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും. കണ്ടോ? അടുത്തത് മൂന്നാമത്തെയാണ് ഒരു കുറച്ച് വേറെ ടൈപ്പ് ഷെയ്ഡിയാണ്. മീൻസ് ഒരു പർപ്പിളി മിക്സഡ് ആയിട്ടുള്ള ലൈറ്റ് ഇങ്ങനെ ഒരു ഫെദറായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ്. ഇത് നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. ഇത് നല്ല ഷെയ്ഡ്സാണിത്. ഇത് നമുക്ക് അത്ര വെയിലില്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഐറ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെയെന്ന് പറയുന്നത് ഇത് കണ്ടല്ലേ, ഇവനാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് നാൾ ഒരു 2-3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയത്. എൻ്റെ നിലത്ത് പോയതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഗ്ലാസ് ഇവൻ്റെ വാശിക്കാണ് ഞാനത് വാങ്ങിച്ചത്. കാരണം ഇതുപോലെ തന്നെ ഒരെണ്ണം വേണം. കാരണം ഒരു പൊട്ടിപ്പോയതിൻ്റെ ഫ്രെയിമിൻ്റെ സൈഡിൽ ഒരു വിങ് പോലെ ഉണ്ട്. അപ്പോൾ അതിന് വേണം. അതുപോലത്തെ സാധനം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഷോപ്പിൽ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് വാങ്ങിച്ചത്. ഇവൻ തന്നെ അന്വേഷിച്ച് നടക്കും ഇതുപോലെ തന്നെ വാങ്ങാനായിട്ട്. എൻ്റെ ഗ്ലാസ് മാറി കിട്ടുമെന്ന് ചോദിക്കാണ്ട് പല ഷോപ്പുകളിലും കയറി ഇറങ്ങി നോക്കിയിട്ട് അവരൊന്നും പറ്റത്തില്ല. ബിക്കോസ് അതൊരു ലെൻസ് നിൽക്കുന്ന ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ്. കണ്ടില്ലേ? ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് അവർക്ക് ഗ്ലാസ് നിർത്താനായിട്ട് പാടാണ് എന്നവർ പറഞ്ഞു. എനിക്കൊരു കമ്പനി ഇങ്ങനെ ചെയ്ത് വിട്ടാണ്.
അവർക്കതങ്ങനെ നിർത്താനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ പാടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഫോട്ടോസൊക്കെ എടുത്തൊരു ഗ്ലാസ് ആയിരുന്നത്. നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒന്നായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്ലീനറാണിത്. നോർമൽ ഗ്ലാസ് ക്ലീനർ തന്നെയാണിത്. നമുക്ക് വലിയ ബോട്ടിൽ കിട്ടില്ലേ, ഒരു കുഞ്ഞു ബോട്ടിലാക്കിയതാണ്. നല്ല അടിപൊളിയാണിത്. ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഞാൻ ടിഷ്യൂ ആണ് ഉപയോഗിക്കാറ്. അകത്തും പുറത്തും ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട്, കാരണം മൈക്രോ ഫൈബർ ക്ലോത്തോ ടിഷ്യൂ ഉപയോഗിച്ചാൽ മതി. ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ നൂലിങ്ങനെ ഗ്ലാസ്സിലൊക്കെ പിടിച്ച് ലെൻസിലൊക്കെ പിടിച്ചിരിക്കാൻ. അപ്പോൾ കണ്ണിൽ ക്ലോസ് ആയിട്ട് നമ്മളിത് വെക്കുന്നതായതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റും, ക്ലോത്ത് അവിടെ നിൽക്കുന്ന ഈ ചെറിയ ചെറിയ നൂലുകൾ പിടിച്ചിരിക്കുന്നത്. സോ ടിഷ്യൂ ആകുമ്പോൾ നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്ലാസ് സർഫസുകൾ ക്ലീൻ ചെയ്യാൻ ഗ്ലാസ് ക്ലീനർ പ്ലസ് പേപ്പറാണ് ഏറ്റവും നല്ലത്. ഇനി ഗ്ലാസ് ക്ലീനർ ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഷാമ്പൂ സ്പ്രേ ചെയ്താലും മതി. അതാണ്, ആ ഷാമ്പൂ സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ പത ഇങ്ങനെ തുടച്ചെടുക്കുമ്പോഴത്തേനും ക്ലീൻ ആയിക്കോളും. അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഐവേഴ്സ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയത് വാങ്ങിച്ചതൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്. സോ വീഡിയോ കണ്ട ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.